നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. പ്രതിയെ കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ ഇന്ന് ഉച്ചയോടെ തന്നെ തെളിവെടുപ്പ് നടക്കും. കനത്ത സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ് നടത്തുക. വിപിൻ സി വിജയൻ പാലക്കാട് നിന്ന് ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കേരളം നടുങ്ങിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ഇന്ന് തെളിവെടുപ്പുണ്ടാകും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഏകദേശം 11 മണിയോടുകൂടി ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ വിയ്യൂർ ജയിലിലുള്ള ചെന്താമരയെ ഹാജരാക്കും. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയ്ക്കാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്. കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ചയോടെ തന്നെ, അതായത് കോടതിയിൽ നിന്ന് നേരെ ഈ പോത്തുണ്ടി കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രദേശത്ത് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം പോത്തുണ്ടി ബോയൻ നഗർ എന്നുള്ള പ്രദേശത്ത് ഏകദേശം 400ഓളം പോലീസുകാരെ വിന്യസിപ്പിച്ച് ജനരോഷമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത്രയും ഒരു സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൽ 100ഓളം വനിതാ പോലീസുകാർ തന്നെ ഉണ്ടാകും. ഒപ്പം തന്നെ ആ പ്രദേശത്തൊക്കെ നിറയെ പാടങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡ്രോണിന്റെ ഒരു നിരീക്ഷണം കൂടി അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കനത്ത സുരക്ഷയിൽ ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന തെളിവെടുപ്പ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന് കാരണം എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് അത് നടപ്പാക്കിയത് എന്നുള്ളതൊക്കെ വിശദീകരിച്ച് അതിനൊരു പുനരാവിഷ്കരണം എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും പോലീസിന്റെ ഈ തെളിവെടുപ്പുണ്ടാകുക. അത് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കും. അപ്പോൾ അത്രയും സമയം ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കനത്ത സുരക്ഷ ഉണ്ടാകുന്നത്. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ലഭിക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി ഇനി ഒരു ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം നാളെ വൈകുന്നേരത്തോടു കൂടി വീണ്ടും ചെന്താമരയെ ജയിലിലേക്ക് തന്നെ പറഞ്ഞയക്കുകയും ചെയ്യും. SK. താങ്ക് യു വിപിൻ സി വിജയൻ.